ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം ഇപ്രകാരം നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനമായി നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എന്നെ അനുവദിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കിന്ന് ചിന്തയ്ക്ക് ആധാരമായി അനുസരണം ആകർഷകമാക്കുക എന്ന വിഷയത്തെ പറ്റിയാണ് നമുക്ക് അല്പമായി ചിന്തിക്കുവാൻ പോകുന്നത്. അനുസരണം ആകർഷകമാക്കുക. നമുക്കൊരു വാക്യം വായിച്ചു തുടങ്ങാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചു എങ്കിൽ അനുഗ്രഹവും, കൽപ്പനകൾ അനുസരിക്കാതെ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെന്നു എങ്കിൽ ശാപവും വരും. ഒരു വിലപ്പെട്ട വചനമാണ് ഈ പാൽക്കാലം ദൈവം തന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. ഒന്ന് ശാപവും മറ്റൊന്ന് അനുഗ്രഹവുമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ലോകത്ത് മനുഷ്യൻ ശാപത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നമുക്കിന്ന് എന്ത് നല്ല കാര്യം മുന്നിൽ വെച്ചാൽ നമ്മൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ദൈവഹിതമല്ലാത്തതാണ്. ഒരു ഉദാഹരണം പറയാമെങ്കിൽ, നമ്മുടെ മുൻപിൽ ഒരു ബൈബിളും ഒരു വിലയേറിയ ഒരു ഐഫോണും തന്നാൽ നമ്മൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? തീർച്ചയായിട്ടും അതിന് രണ്ടാമതൊരു ചിന്തയിൽ നമ്മൾ ഐഫോൺ മാത്രമേ എടുക്കുകയുള്ളൂ. അതാണ് ലോകത്തിൻ്റെ ചിന്ത. അവിടെ നോക്കുമ്പോൾ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ ശാപം നമുക്ക് വരാൻ പോകുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ട് നമ്മൾ അകന്നത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ എപ്രകാരമാണ് ഇപ്രകാരമുള്ള ചിന്തകൾ വരുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചത് കൊണ്ടാണ് നമ്മൾ പാപത്തിലേക്ക് കടക്കുന്നത്. എന്തുകൊണ്ട് ലംഘനം പറയുന്നത് വെച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനയോട് അനാദരവ് കാണിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെന്നു എങ്കിൽ ശാപം വരും. തീർച്ചയായും അന്യ ദൈവങ്ങളുടെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ കൽപ്പന നമുക്ക് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ 10 കൽപ്പനകളെ കാണുവാൻ കഴിയും. അവിടുത്തെ ഒന്നാമത്തെ കൽപ്പന തന്നെ എന്താണ് പറയുന്നത്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. എന്നാൽ ദൈവജനം എന്താണ് ഇന്ന് ലോകത്ത് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്നവരാണല്ലേ. നമ്മൾ സഞ്ചരിക്കുമ്പോൾ അനേക ദൈവങ്ങളെ കാണുവാൻ കഴിയും അല്ലേ. ചില്ലിട്ട കൂട്ടിലും അല്ലെങ്കിൽ മറ്റ് വിഗ്രഹങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ദൈവം പറയുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ ജനം എന്ത് ചെയ്തു? അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നു. അതിൻ്റെ രണ്ടാമത്തെ കൽപ്പനയും ഈ പ്രകാരം നമുക്ക് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ദൈവം പറഞ്ഞിരിക്കുന്നു ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. താഴെ ഭൂമിയെങ്കിലും കീഴെ വെള്ളത്തിനെങ്കിലും ഉള്ള ഏതൊന്നിൻ്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഇന്ന് ലോകം എന്താ ചെയ്യുന്നത്? അവിടെ കൽപ്പന ലംഘിക്കുകയല്ലേ. വീണ്ടും ദൈവത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് രൂപങ്ങളെ വെച്ച് ആരാധിക്കുന്ന ഒരു സമൂഹം. തീർച്ചയായും ആ സമൂഹത്തോടാണ് ഇന്ന് ഈ പാൽക്കാലം ദൈവത്തിൻ്റെ വചനം ചൂണ്ടിക്കാണിക്കുന്നു, നിങ്ങൾക്ക് ശാപം വന്നിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ കൽപ്പന, ദൈവം പറഞ്ഞിരിക്കുന്നതായ വാക്കുകളെ കേൾക്കാതെ ഇന്ന് ലോകത്തിൻ്റെ വാക്കുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇന്ന് ശാപം കടന്നു വന്നിരിക്കുന്നു. ഈ ശാപത്തിൻ്റെ ഇന്ന് പ്രതിഫലനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ, മാറാവ്യാധികളൊക്കെയും നമ്മളെന്താണ് ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാത്തത് കൊണ്ടാണ് സംഭവിച്ചത്. നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് ഈ പാൽക്കാലം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു ആവർത്തന പുസ്തകത്തിൽ കൂടി മോശ തന്നിരിക്കുന്ന ഈ വചനം നമ്മളൊക്കെ എന്താണ് ശ്രദ്ധയോടെ കേൾക്കുന്നു. എന്താണ്? ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനങ്ങൾക്കും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും ചെവി കൊടുക്കുക. ഈ പകൽക്കാലം നമുക്ക് എടുക്കേണ്ട തീരുമാനം ഇതാണ്. നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് പൂർണ്ണ ഹൃദയത്തോടു കൂടി അവൻ്റെ കൽപ്പനയെ ബഹുമാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് കിട്ടും. ഈ ലോകത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറുവാനും കഴിയും. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കൊരു തീരുമാനമെടുത്ത് ഇന്ന് ഈ പാൽക്കാലം പോകാം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നമുക്ക് ശാപത്തിൽ നിന്ന് മാറുവാനുള്ള ഒരു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് അടുക്കാം. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തുന്ന പ്രത്യാശയോടെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവകൃപാലുവായിരിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പകൽക്കാലം അങ്ങയുടെ തിരുസന്നിയിൽ കടന്നു വരുന്ന കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ അങ്ങയുടെ കൽപ്പന കേട്ടനുസരിച്ച് ദൈവമേ അവിടുത്തെ അനുഗ്രഹം നേടാൻ ഇടവരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം തരുന്ന മോഹങ്ങളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ആ കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ ശാപഗ്രസ്തരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ദൈവമേ. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ മാറോടണച്ച് അവിടുത്തെ കരുതലും കൃപയിലും ആക്കണം. ഈ ലോകത്തിന്റെ മോഹങ്ങളെല്ലാം വിടുവിച്ച് അവിടുത്തെ ശാപത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റുവാൻ ദൈവമേ കൂട്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഞങ്ങളുടെ മുന്നിൽ തലങ്ങളെ വണങ്ങിയിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളും അവിടുന്ന് കാണുന്ന കുറയ്ക്കാൻ സ്തോത്രം. എല്ലാവരുടെ മേൽ കൃപ ചൊരിഞ്ഞ് വഴി നടത്തണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.